How to keep your SIM active without monthly recharges for just ₹20. Here is the solution. Before that, let's see what's the ₹20 rule. TRAI's guideline aims to prevent the deactivation of SIM cards due to inactivity, ensuring that mobile users, especially those who rarely use their phones, can hold on to their numbers. Here's how it works. 90-day inactivity check. If you don't use your SIM card, no calls, text, data or other services for 90 days, it risks deactivation. ₹20 balance deduction. If you have more than ₹20 in your account after 90 days of inactivity, ₹20 will be deducted automatically to keep your SIM active for another 30 days. Cycle of deduction. This process will continue monthly as long as your balance is ₹20 or more. Deactivation and reactivation. If your balance drops below ₹20, your SIM will be deactivated. However, you can reactivate it within 15 days by recharging with ₹20. Important notes. This rule applies to prepaid connections only. Ensure your balance does not fall below ₹20 to keep your SIM card active. TRAI's ₹20 rule is a welcome change, providing flexibility and affordability for prepaid mobile users. If you have a spare SIM card, this simple guideline will save you from unnecessary monthly expenses while keeping your mobile number active. Watch the video for more details. നാട്ടിലെ സിം കാർഡ് ആക്റ്റീവായി നിലനിർത്താൻ ഇനി വെറും ₹20 മാത്രം മതി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ ₹20 നിയമം പ്രവാസികൾക്കേറെ ആശ്വാസകരമായിരിക്കുകയാണ്. സ്ഥിരമായി ഉപയോഗത്തിലില്ലാത്ത നാട്ടിലെ സിം കാർഡ് ആക്റ്റീവായി നിലനിർത്താൻ പ്രവാസികളിൽ പലരും മാസം തോറും ₹199 മുതൽ റീചാർജ് ചെയ്തിരുന്നു. പലപ്പോഴും കൂടുതൽ മാസങ്ങൾ ലഭിക്കാൻ ₹1000 ₹2000 റീചാർജ് ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ ഇനി മുതൽ വെറും ₹20 റീചാർജ് ചെയ്താൽ സിം കട്ടാകാതെ നിലനിർത്താം. പ്രീപെയ്ഡ് കണക്ഷനുകൾ ഉള്ളവർക്ക് മാത്രമാണ് നിയമം ബാധകമാവുക. നിലവിൽ സിം കാർഡ് 90 ദിവസത്തേക്ക് കോളിനോ മെസ്സേജിനോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രവർത്തനരഹിതമാകുമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇനി മുതൽ 90 ദിവസത്തിന് ₹20 ബാലൻസ് ഉണ്ടായാൽ മതി. അതായത് ഒരു സിം അക്കൗണ്ടിൽ ₹20 കൂടുതൽ ഉണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം ഈ രൂപ അക്കൗണ്ടിൽ നിന്ന് സ്വയമേ കുറയുകയും അടുത്ത 30 ദിവസത്തേക്ക് കൂടി സിം ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. ₹20 സിമ്മിൽ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടരും. 90 ദിവസത്തിന് ശേഷം സ്വയമേ ₹20 ബാലൻസ് കുറയുന്നതിനാൽ സിം കൂടുതൽ കാലം ആക്റ്റീവ് ആയിരിക്കാൻ വീണ്ടും ₹20 റീചാർജ് ചെയ്താൽ മതിയാകും. ₹20 എന്ന മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ സിം പ്രവർത്തനരഹിതമാകും. അഥവാ പ്രവർത്തനരഹിതമാകുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വീണ്ടും ₹20 റീചാർജ് ചെയ്യാം. ഉപയോഗത്തിലില്ലാത്ത സിം കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നത് തടയുന്നതിനായി ട്രായ് 10 വർഷങ്ങൾക്ക് മുൻപ് ടെലികോം കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്.